ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബൈബാക്ക് നടത്തുന്ന സമയത്ത് ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു പക്ഷേ കമ്പനികൾ എന്ത് ചെയ്യാം, പർട്ടിക്കുലർ അസറ്റോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ സെയിൽസ് ചെയ്യാം. അത്തരത്തിൽ അസറ്റോ ഇൻവെസ്റ്റ്മെൻറ്റോ സെയിൽസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എഴുതേണ്ട ജേണൽ എൻട്രിയാണ് താഴെ പറയുന്നത്. നോക്കുക, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പർട്ടിക്കുലർ അസറ്റ് സെയിൽസ് ചെയ്യുന്ന സമയത്ത് സെയിൽസ് ചെയ്യുന്ന അസറ്റ് കമ്പനിയിൽ നിന്ന് പോകുന്നു, അതിന് പകരമായിട്ട് ക്യാഷ് കമ്പനിയിലേക്ക് വരുന്നു. അതുകൊണ്ട് ഇവിടെ ക്യാഷ് കമ്പനിയിലേക്ക് വരുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണോ പർട്ടിക്കുലർ അസറ്റ് ആ പർട്ടിക്കുലർ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റാണ് വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണോ പർട്ടിക്കുലർ അസറ്റ് ആ പർട്ടിക്കുലർ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഡെബിറ്റിലും ക്രെഡിറ്റിനകത്തും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു അസറ്റ് നമ്മൾ വിൽപ്പന നടത്തുന്ന സമയത്ത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണെങ്കിൽ, പ്രോഫിറ്റാണ് വിൽപ്പന നടത്തുന്ന സമയത്ത് കിട്ടുന്നതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതുപോലെ ലോസ് ആണ് എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രോബ്ലത്തിനകത്ത് കമ്പനി ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി സെയിൽസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അസറ്റ് വിൽപ്പന നടത്തുന്നത് 25 lakh ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അസറ്റ് സെയിൽസ് ചെയ്യുന്നത് 25,50,000-നാണ്, 25,50,000. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എന്താണ് 25 lakhൻ്റേത് 25,50,000-ന് വിൽപ്പന നടത്തുന്നതുകൊണ്ട് 50,000 പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ആയതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ എന്തായിരിക്കും വരിക, ക്രെഡിറ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി. ഇതാണ് ബൈബാക്ക് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ അസറ്റ് സെയിൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട ജേണൽ എൻട്രി. പ്രോഫിറ്റ് ആണെങ്കിൽ ജേണൽ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ആണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിനകത്ത് ജേണൽ എൻട്രീസിലേക്ക് പോവാം. ജേണൽ എൻട്രീസ്, ഫസ്റ്റ് ജേണൽ എൻട്രി തന്നെ വരിക ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ആവശ്യമായിട്ടുള്ള പണം അവൈലബിൾ ആവണം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അസറ്റ് വിൽപ്പന നടത്തുന്ന ജേണൽ എൻട്രിയാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിനകത്തുള്ളത്. കമ്പനിയെ സംബന്ധിച്ച് അവിടെ 25 lakhൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് 25,50,000-ന് സെയിൽസ് ചെയ്യുന്നു. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രിയാണ് ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആർ ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം പ്രോഫിറ്റിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് സെയിൽസ് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 25,50,000, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 25 lakh, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആർ ലോസ് 50,000. ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. ദെൻ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് നമ്മൾ വിൽപ്പന നടത്തി ആവശ്യമായിട്ടുള്ള ബാലൻസ് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ അതല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്കിൽ ഉണ്ടായിരിക്കും. ദെൻ ഇനി കമ്പനിക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ ഷെയർ ബൈബാക്ക് നടത്താം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി 1 lakh rupees-ൻ്റെ ഇക്വിറ്റി ഷെയറാണ് ബൈബാക്ക് നടത്തുന്നത്. 1 lakh ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 ഈച്ചാണ്. അപ്പോൾ 10 lakh rupees കമ്പനിക്ക് ബൈബാക്ക് നടത്താൻ വേണം. അതിന് പുറമെ ബൈബാക്ക് നടത്തുന്നത് 10% പ്രീമിയത്തിനാണ്. ദാറ്റ് മീൻസ് 10 രൂപ പ്രീമിയത്തിനാണ്. 10 രൂപയാണോ ക്വസ്റ്റിനകത്തുള്ളത്? പ്രീമിയം ഓഫ് ₹20 ഈച്ചാണ് അല്ലേ, 20 രൂപയാണ് പ്രീമിയം. അപ്പോൾ 20 രൂപ പ്രീമിയത്തോട് കൂടിയാണ് ബൈബാക്ക് നടത്തുന്നത്. 10 രൂപ വിലയുള്ള ഷെയർ അപ്പോൾ 30 രൂപക്കാണ് തിരിച്ചു വാങ്ങിക്കുന്നത്. 10 രൂപ ഫേസ് വാല്യൂ പ്ലസ് 20 rupees പ്രീമിയം അടക്കി 30 rupees-നാണ് 10 രൂപ വിലയുള്ള ഇക്വിറ്റി ഷെയർ കമ്പനി ഇപ്പോൾ തിരിച്ചു വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രീമിയം തുക ക്വസ്റ്റിനകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. പ്രീമിയം പേയബിൾ ഓൺ എന്തിൽ നിന്നാണ്? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നാണ്. ബൈബാക്ക് നടത്തുന്നതോ ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നാണ് ബൈബാക്ക് നടത്തുന്നത്.
ഓക്കെ. അപ്പം റിസർവിൽ നിന്ന് ബൈബാക്ക് നടത്തുന്ന സമയത്ത് ബൈബാക്ക് നടത്തുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ പർട്ടിക്കുലർ റിസർവിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇവിടെ ഫേസ് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ഇൻറ്റു 10 ആണ്. 1 lakh ഇൻറ്റു 10 lakh റുപ്പീസ് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് മാറ്റും? ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് മാറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ടും വായിക്കണം. ജനറൽ റിസർവ് ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ് ആസ് ദ സോഴ്സ് ഓഫ് ബൈബാക്ക് എന്ന ബൈബാക്ക് നടത്തുന്നതിനുള്ള സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജനറൽ റിസർവ് ആണ്. പ്രീമിയം കൊടുക്കുന്നതിനോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ റിസർവിനകത്ത് സെക്യൂരിറ്റി പ്രീമിയത്തിനകത്തും ജനറൽ റിസർവിനകത്തും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്. ഓക്കെ, അപ്പോൾ ആ റിസർവിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ബൈബാക്ക് നടത്തുന്നത്. അപ്പോൾ ജനറൽ റിസർവിൽ നിന്ന് നമ്മൾ കമ്പനിയുടെ ബൈബാക്ക് നടത്തുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ CRR അക്കൗണ്ടിലേക്ക് മാറ്റി. അപ്പോൾ 10 lakh CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. അതാണ് സെക്കൻഡ് ജേണൽ എൻട്രി. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR അക്കൗണ്ട് 10 lakh. ദെൻ ഇനി നമുക്ക് ബൈബാക്ക് നടത്താൻ വേണ്ടത് എന്താണ്? പ്രീമിയം തുകയാണ്. 20 രൂപ പ്രീമിയം വേണം. ആ പ്രീമിയം തുക നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. ബൈബാക്ക് നടത്താനുള്ള പ്രീമിയം നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്ന് എടുത്തു. എത്രയാ? 1 lakh ഇൻറ്റു 20 lakhs ഉണ്ടായിരിക്കും. 1 lakh ഇൻറ്റു 20 lakhs. ഇങ്ങനെ നമുക്ക് ബൈബാക്ക് നടത്താനുള്ള തുകകൾ നമ്മൾ കണ്ടെത്തുന്നു. റിസർവിൽ നിന്ന് 10 ലക്ഷം എടുത്തു. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് പ്രീമിയം കൊടുക്കാനുള്ള 20 ലക്ഷം എടുത്തു. അങ്ങനെ 30 lakhs റുപ്പീസ് നമുക്ക് ബൈബാക്ക് നടത്താനുള്ളതായി. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബൈബാക്ക് നടത്തണം. ബൈബാക്ക് നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു പർട്ടിക്കുലർ ബൈബാക്ക് നടത്തുന്നതിന് പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യലാണ് അടുത്ത ജേണൽ എൻട്രി. നെക്സ്റ്റ് നോക്കുക. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ജേണൽ എൻട്രി ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എത്രയുണ്ട്? നമുക്ക് ബൈബാക്ക് നടത്താൻ 30 lakhs-ൻ്റെയാണ്. 30 lakhs. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് 30 lakhs. ദെൻ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് പിന്നെന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പണം തിരിച്ചു കൊടുക്കണം. ബൈബാക്ക് നടത്തുന്ന ഷെയറുടെ പണം തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ബൈബാക്ക് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ 30 lakh റുപ്പീസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അവരുടെ പണം കൊടുത്തു. ഓക്കെ, 30 lakhs. ഇനി എന്ത് ചെയ്യണം? അവരുടെ പണം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യണം. നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ലാസ്റ്റ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഓക്കെ, ക്യാൻസലേഷൻ എൻട്രി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് 30 lakhs. പ്രീമിയം 20 lakhs. ദെൻ ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 lakh. അങ്ങനെ 30 lakhs കൊടുത്തുകൊണ്ട് അവരുടെ ആ ഷെയർ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ 30 lakhs നമുക്ക് എന്ത് വേണം? ക്യാഷ് ആയിട്ട് നമ്മുടെ കൈവശം വേണം. എന്നാൽ മാത്രമേ നോക്കൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ബൈബാക്ക് നടത്താൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അസറ്റ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അസറ്റ് നമ്മൾ വിൽപ്പന നടത്തുന്നത് 25,50,000-നാണ്. അപ്പോൾ 25,50,000 നമ്മുടെ കൈവശം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എന്ത് ചെയ്യുന്നുള്ളൂ? ക്യാഷ് ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് 30 lakhs വേണം. ബാക്കി 50 lakhs എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ക്വസ്റ്റ്യനിനകത്ത് പറയുന്നുണ്ട് ദ ബാങ്ക് ബാലൻസ് അവൈലബിൾ ബിഫോർ സെയിൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് വിൽപ്പന നടത്തുന്നതിന് മുൻപ് തന്നെ കമ്പനിയുടെ കൈവശം എത്രയുണ്ട്? 5,22,000 കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ 5,22,000 ബാലൻസിനോട് കൂടി 25,50,000 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള 30 lakhs കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് 30 lakhs മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 30 lakhs മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനുള്ള ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ക്യാഷിൻ്റെ അവൈലബിലിറ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് 25,50,000-ന് വിൽപ്പന നടത്തുന്നത്.
ഇപ്പോൾ മനസ്സിലായല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അസറ്റ് എന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് സെയിൽസ് ചെയ്യാനുള്ള കാരണം കമ്പനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? അവൈലബിലിറ്റി ഓഫ് ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ക്യാഷിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുമ്പം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കറൻറ്റ് അസറ്റായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്നൊക്കെ പറയുന്ന ഐറ്റം ഇല്ലേ, അവിടെ ക്യാഷ് അറ്റ് ബാങ്കിനകത്ത് എന്ത് വേണം? നമ്മൾ ബൈബാക്ക് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള തുക വേണം. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അസറ്റ് വിൽപ്പന നടത്തുന്നതിന് മുൻപ് കമ്പനിയുടെ കൈവശം ആകെ ക്യാഷ് ആയിട്ട് 5,22,000 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് 30 ലക്ഷത്തിൻ്റെ ഷെയർ ബൈബാക്ക് നടത്താൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ക്യാഷ് ആയിട്ട് കമ്പനിയുടെ കയ്യിൽ അത്രയും തുക വേണം. അതിനുവേണ്ടി ആ ക്യാഷ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ കമ്പനി എന്ത് ചെയ്തത്? ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അസറ്റ് 25,50,000 വിറ്റത്. അപ്പോൾ ആദ്യമുള്ള 5 lakhും പിന്നീട് വന്നിട്ടുള്ള 25,50,000 കൂടെ കൂട്ടുമ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എത്രയായി? 30,72,000 റുപ്പീസ് കമ്പനിയുടെ കയ്യിലുണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് 30 lakhs എടുത്തുകൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. അതാണ് ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് 30 lakhs റുപ്പീസ് മാറ്റുന്ന ജേണൽ എൻട്രി എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. അതല്ല എങ്കിൽ നമുക്ക് എത്ര ജേണൽ എൻട്രി വരുള്ളൂ? 5 ജേണൽ എൻട്രിയേ വരുള്ളൂ. ഓക്കെ, റിസർവിൽ നിന്നാണെങ്കിൽ റിസർവിൽ നിന്ന് CRRലേക്ക് മാറ്റണം. ഫ്രഷ് ഇഷ്യൂ നടത്തുകയാണെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന ജേണൽ എൻട്രി എഴുതണം. പിന്നീട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ആ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പണം കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസലേഷൻ എൻട്രീസ് വരും. ഓക്കെ, ലാസ്റ്റ് ജേണൽ എൻട്രി ക്യാൻസലേഷൻ എൻട്രിയും വരും. ഓക്കെ, അങ്ങനെ 5 ജേണൽ എൻട്രിയാണ് കോമൺ ആയിട്ട് ഇതിനകത്ത് വരിക. അതിന് പുറമെ പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രീമിയത്തെ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് നടത്തുന്നതിന് പ്രീമിയം കൊടുക്കുന്നതായിട്ടൊരു ജേണൽ എൻട്രി കാണിക്കണം. ദെൻ ലാസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു അസറ്റ് വിൽപ്പന നടത്തുന്ന ജേണൽ എൻട്രി ഫസ്റ്റ് ജേണൽ എൻട്രി ആയിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റിസർവും അതല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന റിസർവ്, അതായത് നിങ്ങൾ ഓർക്കണം, ബാലൻസ് ഷീറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ബാലൻസ് ഷീറ്റ് ഉണ്ടാകുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡ്. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നൊരു ഹെഡ് ഉണ്ട്. അതിന് താഴെയാണ് എല്ലാ റിസർവുകളും കാണിക്കുക. ഓക്കെ, അതേസമയം കമ്പനിയുടെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് പോലുള്ള കറൻറ്റ് അസറ്റുകളും ഉണ്ടായിരിക്കും. ഈ കറൻറ്റ് അസറ്റുകളായിട്ടുള്ള ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഈ ക്യാഷ് അറ്റ് ബാങ്കിനകത്ത് കമ്പനിക്ക് ബൈബാക്ക് നടത്താനുള്ള തുക കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവണം. ആ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് വിൽപ്പന നടത്തുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഒരു തിയറി പാർട്ടുണ്ട്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു തിയറി ഉണ്ട്. ആ തിയറിയും കൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക്